നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഒരു കഥ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കഥ ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിക്കുകയുണ്ടായി. എന്തോ കാരണത്താൽ അത് നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റെക്കോർഡിങ് കുറേ പ്രാവശ്യം മാറ്റിവെച്ചതാണ്. അതിനുശേഷം ഇന്ന് ആ കഥ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കഥയിലെടുക്കണം. ഒരിടത്തൊരിടത്ത് വളരെ സമ്മർദ്ദനും സന്മനസ്സുള്ളവനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഇദ്ദേഹം തൻ്റെ വ്യാപാരം ചെയ്തിരുന്നത് തൻ്റെ രാജ്യത്തുള്ള ചന്തകളിലും അയൽ രാജ്യത്തുള്ള ചന്തകളിലും ഒക്കെ പോവുകയായിരുന്നു വ്യാപാരം ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. ഇന്നതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകളോ കടകളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ചന്തകൾ മാത്രമായിരുന്നു. ഈ ചന്തകളാണെങ്കിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് ചിതറിക്കിടക്കുന്നതായിരുന്നു. അപ്പോൾ ചിലപ്പം മാസങ്ങളിൽ ഒരു പ്രാവശ്യമായിരിക്കും ചന്ത ഉണ്ടാവുക, അല്ലെങ്കിൽ ആഴ്ചകളിൽ ഒരു പ്രാവശ്യമായിരിക്കും ചന്ത ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കാം. അപ്പോൾ വ്യാപാരികളെല്ലാം തങ്ങളുടെ കുതിരവണ്ടിയിൽ അല്ലെങ്കിൽ കാളവണ്ടിയിൽ അല്ലെങ്കിൽ ചുമടായിട്ട് സാധനങ്ങളെല്ലാം ചന്തകളിൽ കൊണ്ടുപോയി അവിടെ വ്യാപാരം നടത്തിയതിന് ശേഷം കിട്ടുന്ന പണവുമായി തിരിച്ചു വരികയാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ധനികനായ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം കുതിരവണ്ടിയും കാളവണ്ടിയും വലിയൊരു പരിവാരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മാസങ്ങളോളം പോലും ഈ യാത്രകൾ നീണ്ടു നിൽക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇദ്ദേഹം തൻ്റെ അയൽ രാജ്യത്ത് ഉള്ള ഒരു ചന്തയിൽ വ്യാപാരം ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ അവിടെ വ്യാപാരം ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ദൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാരെ പറഞ്ഞയക്കുമായിരുന്നു. അപ്പോൾ അവർ നേരത്തെ തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവരം അറിയിക്കും, നാട്ടിലും വിവരം അറിയിക്കും. എന്തെന്നാൽ ഇദ്ദേഹം വരുമ്പോൾ, വ്യാപാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു സദ്യ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ വരവിനായിട്ട് സാധാരണഗതിയിൽ കാത്തു നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഇദ്ദേഹം അയൽ രാജ്യത്തു നിന്നും തൻ്റെ രാജ്യത്തേക്ക് വരികയാണ്. വരുമ്പോൾ അവർക്ക് കാട്ടിലൂടെ ഒരു പാത കടന്നു വേണം വരാനായിട്ടുള്ളത്. ഈ കാട്ടിലെ പാത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ ദുർഘടം പിടിച്ചൊരു പാതയായിരുന്നു. അങ്ങനെ എന്തോ കാരണത്താൽ ഇവർ ആ കാട്ടുപാതയിൽ എത്തുമ്പോൾ സമയം താമസിച്ചിരുന്നു. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അവർ ആ ഇരുട്ടത്തും പാതയിൽ നിർത്തണ്ട എന്നുള്ള കാരണത്താൽ അവർ യാത്ര തുടരുകയാണ്. യാത്ര തുടങ്ങി അവർ കുറച്ച് കാട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ അതിഘോരമായ മഴ പെയ്യാൻ തുടങ്ങി. അതിശക്തമായ മഴയാണ്, ഇടിവെട്ടുന്നുണ്ട്. അങ്ങനെ വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വ്യാപാരിക്ക് ആരുടെ ഒരു നിലവിളി കേൾക്കാൻ കാരണമാകും. അദ്ദേഹം ഉടനെ കുതിരവണ്ടി നിർത്താൻ വണ്ടിക്കാരനോട് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാണ്. ചൊരിയുന്ന മഴയിലേക്ക് ചാടി ഇറങ്ങി റാന്തൽ വിളക്ക് കയ്യിലെടുക്കുക. അന്നേരത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരെല്ലാം പറയും, അങ്ങ് ഇപ്പോൾ ഇതിന് മുതിരരുത്, വലിയ മഴയാണ്, എന്ത് കാരണത്താലാണ് ഈ കരച്ചിൽ കേൾക്കുന്നതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ ഇപ്പം നിൽക്കണ്ട എന്ന് പറയാണ്. പക്ഷേ സന്മനസ്സുള്ള ആ വ്യാപാരിക്ക് അങ്ങനെ അത് വിടാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റാന്തൽ വിളക്കെടുത്ത് അദ്ദേഹം കരച്ചിൽ കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറകെ ഭൃത്യന്മാരും ജോയിൻ ചെയ്യും. അന്നേരം അദ്ദേഹം വളരെ വേഗം തന്നെ ഒറ്റക്കെട്ട സ്ഥലത്തേക്ക് ഓടി കൊണ്ടിരിക്കുകയാണ്. അവരെത്തിച്ചേരുന്നത് ഒരു പുഴക്കടവിലാണ്. ആ പുഴക്കടവിൽ നോക്കുമ്പോൾ ആരോ ഒരാൾ ഒരു കുട്ടിയെ കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഓടിപ്പോയി ആ കുട്ടിയെ കയ്യിലേക്ക് വാങ്ങുമ്പോഴേക്കും ആ കുട്ടിയെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആള് പുഴയുടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ആരാണോ അത് അവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് അതൊരു ആണായിരുന്നു പെണ്ണാണായിരുന്നു എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഈ കുട്ടിയാണെങ്കിൽ വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ട്, കുട്ടിക്ക് ബോധമില്ല. അവന് കരയിൽ കിടത്തിയിട്ട് കുടുക്ക് പോലുള്ള വയറമർത്തി അവർ വെള്ളം പുറത്തെടുക്കുക. അതിനുശേഷം ഈ കുട്ടിയെ കൊണ്ട് അവർ ഉടനെ തന്നെ വണ്ടിയിലേക്ക് തിരിച്ചു പോകുന്നു. വണ്ടിയിൽ തൻ്റെ പുതപ്പും തുണിയെല്ലാം കൊടുത്തിട്ട് ഇദ്ദേഹം
ആ കുട്ടിയെ പൊതിഞ്ഞ് കിടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു വൈദ്യനും യാത്ര ചെയ്യുന്നുണ്ട്. ആ വൈദ്യൻ്റെ സഹായത്തോടെ അവർ അവിടുന്ന് തന്നെ കഷായം ഉണ്ടാക്കി കൊച്ചിനെ, ബോധമില്ലാത്ത കൊച്ചിന് വായിൽ ഒഴിച്ച് കൊടുത്ത് കുടിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ യാത്ര പിന്നെയും തുടരുകയാണ്. യാത്ര തുടരുന്നതിനിടയ്ക്ക് ഈ കുട്ടി പെട്ടെന്ന് ഉണർന്ന് കരയാൻ തുടങ്ങുകയാണ്. അച്ഛാ അമ്മയെന്ന് വിളിച്ചിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേഷം ഒക്കെ മനസ്സിലാക്കാമല്ലോ, വളരെ നല്ല പ്രൗഢിയുള്ള വേഷം കെട്ടിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തെയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് വളരെ വിഷമം തോന്നും ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ട്. അദ്ദേഹം പറയും, മകനെ നീ വിഷമിക്കണ്ട, എന്നെ ഞങ്ങൾക്ക് കാട്ടിൽ നിന്നാണ് കിട്ടിയത്. നിന്റെ അച്ഛനെ അമ്മയെ അന്വേഷിക്കാൻ ഞാൻ ആളുകളെ അയക്കാം. കിട്ടുമ്പോൾ ഞാൻ നിന്നെ അവരുടെ കൂടെ വിടാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്റെ അച്ഛനായിട്ട് എന്നെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കുട്ടിയെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് ഇവര് ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകണം. അപ്പം നാട്ടില് വലിയൊരു വരവേൽപ്പ് ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിയുടെ പേര് രഘു എന്നും, രണ്ടാമത്തെ കുട്ടിയുടെ പേര് രാമനെന്നും, മൂന്നാമത്തെ കുട്ടിയുടെ പേര് രാഗിണി എന്നുമാണ്. അപ്പം ഈ കുട്ടികൾ ഓടി വന്നിട്ട് അച്ഛാ എന്ത് സമ്മാനമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അദ്ദേഹം ഈ കുട്ടിയെ മുൻപിലേക്ക് നിർത്തിയിട്ട്, ഇത്തവണ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനെയാണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. കുട്ടികൾക്ക് വളരെ സന്തോഷമായി. എന്തെന്നാൽ ഇവർ കുറച്ച് സമ്പത്തുള്ള കുടുംബത്തിലായതുകൊണ്ട് ഇവർക്ക് അധികം കുട്ടികളുടെ അടുത്ത് കളിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കുറവായിരുന്നു. അപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഈ കുട്ടിയെയും കൂട്ടി അവർ കളികളിൽ ഏർപ്പെടുകയാണ്. അന്നേരമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നത്. ഭാര്യ ചോദിക്കും, ഇതെന്താണ്, നിങ്ങൾ അച്ഛ എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയുമായിട്ടാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നീ ഭയപ്പെടേണ്ടതില്ല, ഈ കുട്ടിയെ എനിക്ക് കാട്ടിൽ നിന്നാണ് കിട്ടിയത്. കണ്ടിട്ട് വളരെ നല്ല ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഇവൻ നമ്മുടെ കുട്ടികളുടെ കൂടെ വളരട്ടെ എന്ന് പറയാണ്. വളരെ സൽസ്വഭാവിയും സ്നേഹസമ്പന്നയുമായ അമ്മ ശരി അങ്ങനെ ആകട്ടെ എന്ന് അദ്ദേഹത്തോട് പറയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം വളരെ സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് പള്ളിക്കൂടം തുറക്കുന്ന സമയം വരുന്നത്. അപ്പം പള്ളിക്കൂടത്തിലേക്ക് മറ്റു 3 കുട്ടികളും പോകുന്നുണ്ട്. ഇദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു, ഈ കുട്ടിയെ കൂടെ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പള്ളിക്കൂടത്തിലെ ഏറ്റവും നല്ല കുട്ടികളിൽ 2 പേരെന്ന് പറഞ്ഞാൽ രഘുവും രാമനുമാണ്. അവർ തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടി ആര് എന്ന് ഉള്ളതിൽ അതിലാരെങ്കിലും ഒരാളാണ് എപ്പോഴും നല്ല കുട്ടിയെന്ന പേര് സമ്മാനമായിട്ട് കിട്ടിയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പുതിയ കുട്ടിയും ജോയിൻ ചെയ്യുന്നത്. അവന് രാഘവ് എന്ന് ഈ വ്യാപാരി പേരിടുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇദ്ദേഹത്തെ അറിയിക്കുകയാണ്, രാഘവൻ വളരെ നല്ല കുട്ടിയാണ്, വളരെ സമർത്ഥനാണ്, അവൻ നിങ്ങളുടെ പേര് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇദ്ദേഹം സ്വന്തം മകനായിട്ടാണ് അവിടെ കുട്ടിയെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ഇത്തവണത്തെ സമ്മാനം, നല്ല കുട്ടികളുടെ സമ്മാനം വരികയാണ്. അപ്പോൾ രഘുവിനെയും രാമനെയും പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ രാഘവ് ഏറ്റവും നല്ല കുട്ടി എന്ന പേര് കിട്ടുകയാണ്. അതുപോലെ എല്ലാവരും അവനെ പുകഴ്ത്തുന്നു. ഇത്രയും നാളും തങ്ങളെ പുകഴ്ത്തിയിരുന്നവര് രാഘവനെ പുകഴ്ത്തുന്നത് കുറച്ചൊരു നീരസം ഈ കുട്ടികളിൽ ഉണ്ടാക്കുകയാണ്. അതിനുള്ളിൽ രാഗിണി, കൊച്ചുകുട്ടിയായ രാഗിണി സ്കൂളിൽ ചേരുകയാണ്. അപ്പോൾ അവളുടെ ബാഗും പുസ്തകങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് രാഘവനാണ്. അപ്പോഴാണ് ചേട്ടന്മാർക്കൊരു ഐഡിയ തോന്നുന്നത്, ശരി ഞങ്ങളുടെ പുസ്തകം കൂടെ നീ ചുമന്നുകൊള്ളാൻ പറയുകയാണ്. അങ്ങനെ ഒരു പരിഭവവും ഇല്ലാതെ രാഘവൻ അവരുടെ പുസ്തകവും ചുമന്നുകൊണ്ട് അവരുടെ കൂടെ പോവുകയാണ്. അന്നേരത്തേക്കും രാഘവന് കുറേശ്ശെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. നല്ലവനായ ഈ വ്യാപാരി ഉള്ളത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസരം പോലും കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നുള്ള് മണ്ണ് വാരിയിട്ട് പോലും ഞാൻ വേദനിപ്പിക്കില്ല എന്ന് രാഘവൻ തീരുമാനിക്കുന്നു. അതിനാൽ ഇവൻ ചേട്ടന്മാർ ചെയ്ത കുസൃതികളോ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നോ ഒന്നും ആരോടും പറയില്ല. അങ്ങനെ ഇരിക്കെ രഘു രാഘവനും തങ്ങളുടെ ഹോംവർക്ക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് രഘുവിന് കൊടുക്കുകയാണ്. രഘു അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും. പക്ഷേ ഇതിൽ ഗുണം കിട്ടുന്നത് രാഘവനാണ്. എന്തെന്നാൽ വലിയ ക്ലാസ്സിലെ കാര്യങ്ങൾ പോലും അവന് ഇപ്പോൾ നേരത്തെ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ
പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷവും രാഘവനാണ് ഇപ്പോൾ സമ്മാനമെല്ലാം കിട്ടുന്നത്. അപ്പോൾ കുറേ സെറ്റ് നീരസം അവരിലുണ്ട്. ഇത് ഏറ്റവും ഇളയ അനിയത്തിയായ രാഗിണിയും കാണുന്നുണ്ട്. രാഘവനെ അവൾക്ക് ഇഷ്ടമായിരുന്നെങ്കിലും തൻ്റെ മൂത്ത സഹോദരങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇവൾക്കും കുറേശ്ശെ നീരസം തോന്നി തുടങ്ങുന്നുണ്ട്. ഇതിനിടയിൽ രഘുവും രാമനും തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അച്ഛനെ സഹായിക്കാനായിട്ട് അവരുടെ വ്യാപാരത്തിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അവർ നല്ല രീതിയിൽ തന്നെ വ്യാപാരം ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവിടേക്ക് ഇവരുടെ അമ്മാവൻ വരുന്നത്. ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെയുള്ള ഭൃത്യന്മാർക്കും വേലക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം രാഘവനോടാണ്. രാഘവൻ ഇത് ഇദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇവൻ ആരുടെയോ മകനാണ്, തൻ്റെ പെങ്ങളുടെ മകനല്ല. അതുകൊണ്ട് ഇദ്ദേഹം ഓരോരോ കുരുട്ട് ന്യായങ്ങൾ ഈ കുട്ടികളോടും തൻ്റെ സഹോദരിയോടും പറയുകയാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കാര്യങ്ങൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും രാഗിണിയും നന്നായിട്ട് പഠിക്കുകയും നല്ല കുട്ടി എന്നുള്ള ഒരു പേരെടുക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ രാഗിണിയും രാഘവനുമായിട്ടാണ്. അവർ പലപ്പോഴും രാഗിണിയെ പല കാര്യങ്ങളിലും എല്ലാം പഠിക്കാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് രാഘവനാണ്. അതുകൊണ്ട് അവൾക്കൊരു ചെറിയ കോംപ്ലക്സ് ഉണ്ട്. തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ രാഘവൻ ചെയ്യുന്നതിൽ ഒരു അസൂയ അവളിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവരുടെ ഏറ്റവും നല്ല കുട്ടിക്കുള്ള സമ്മാനം സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന ദിവസം വരെയാണ്. അങ്ങനെ അവർ പറയുകയാണ്, ഈ വർഷവും രാഘവൻ തന്നെയാണ് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് എന്ന് പറയുകയാണ്. അത് എല്ലാ കാര്യങ്ങളിലും, ബിഹേവിയറിലും, പഠനത്തിലും, മറ്റുള്ള കാര്യങ്ങളിലും, ടീച്ചർമാരെ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റം എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തുന്നത്. അങ്ങനെ ഇത് രാഗിണിയെ തെറ്റിലൊന്നുമല്ല വിഷമിപ്പിച്ചത്. ഇതിനിടയ്ക്ക് അമ്മാവൻ വന്ന് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്താക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അവൾ ശരിക്കും കുറച്ച് ദേഷ്യത്തിലും സങ്കടത്തിലാണ് പോകുന്നത്. അങ്ങനെ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ഒറ്റത്തടി പാലം കടന്നു വേണം പോകാനായിട്ടുള്ളത്. ഈ തടി പാലത്തിലൂടെ കയറി രാഗിണി മുമ്പിലും രാഘവൻ പിറകിലുമായിട്ട് നടന്നു പോവുകയാണ്. അപ്പം അവൾ കുറച്ച് വിഷമത്തിലാണ് നടന്നു പോകുന്നത്. കുറച്ച് വിഷമമുണ്ട്, കുറച്ച് വിദ്വേഷമുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ച് പോകുമ്പോൾ കാലിടറി കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട ഉടനെ രാഘവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവളെ രക്ഷിച്ച് കരയിൽ കൊണ്ടുവരികയാണ്. അന്നേരത്തേക്കും അമ്മാവനും മറ്റാൾക്കാരും അവിടെ ഓടിക്കൂടുന്നുണ്ട്. ഈ അമ്മാവൻ എന്ത് പറയുന്നത് വെച്ചാൽ, ഇതാണ് നമുക്ക് കിട്ടിയ അവസരം, അതുകൊണ്ട് നിന്നെ രാഘവൻ തള്ളിയിടാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയും, അത് നീ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അവൾ ഒന്നും പറയുന്നില്ല. അവൾ വളരെ വിഷമത്തിലാണ്, പേടിച്ചു പോയായിരുന്നു. കൊച്ചു വെള്ളത്തിൽ വീണുകൊണ്ട് ചെറിയ പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നാലും രാഘവൻ ആ സമയത്ത് തന്നെ പ്രതികരിച്ച് ചാടി അവളെ രക്ഷിച്ചത് കൊണ്ടാണ് അവൾക്ക് ജീവൻ പോലും കിട്ടിയത്. അപ്പം അങ്ങനെ വീട്ടിലേക്ക് കുട്ടിയെ ചുമന്നുകൊണ്ട് വരികയാണ്. വന്നു കഴിഞ്ഞ് അമ്മാവൻ പറയുകയാണ്, നോക്കൂ, രാഘവനാണ് കുട്ടിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ഇവന് നമ്മുടെ സ്വത്തിലാണ് നോട്ടം. ഒരാൾ കുറഞ്ഞാൽ അത്രയ്ക്ക് കൂടുതൽ ഷെയർ അവന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവനിങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുകയാണ്. പക്ഷേ രാഘവനെ നന്നായിട്ട് അറിയാവുന്ന അമ്മ പറയും, രാഘവൻ അങ്ങനൊന്നും ചെയ്യില്ല, ഒരുപക്ഷെ അറിയാതെ പറ്റിയതായിരിക്കും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ രാഗിണിക്ക് പിന്നെയും ദേഷ്യം കൂടുകയാണ്. കാരണം എന്തെന്നാൽ താൻ അവളോട് ചോദിച്ചില്ല എങ്കിലും അവൾ മൗനമായിട്ട് ഇരിക്കുകയാണ് ഈ അമ്മാവൻ ഇങ്ങനെ പറയുമ്പോൾ. എന്നിട്ടും അമ്മ തന്നെ വിശ്വസിച്ചില്ല. അമ്മയ്ക്ക് ഇപ്പോഴും കൂടുതൽ വിശ്വാസം രാഘവനോടാണ് എന്നുള്ള കാര്യം ആ കുട്ടിക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനോടുള്ള ദേഷ്യം ഇന്നും കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് രാഘവന് ഈ അവളുടെ വിഷമത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രാഗിണിക്ക് ഏറ്റവും നല്ല കുട്ടിക്കുള്ള സമ്മാനം കിട്ടുമായിരുന്നു എന്നുള്ളൊരു വിഷമം അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കഥാമത്സരം നടക്കുകയാണ്. ഈ കഥാമത്സരത്തിൽ
രാഗിണിക്ക് പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും കയ്യിലേറ്റ പരിക്ക് കാരണം അവൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പം അതിനുള്ള കഥാമത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് എഴുതി കൊടുത്തു വിട്ടാൽ മതി എന്ന് ഗുരുക്കന്മാർ പറഞ്ഞതിനാൽ വീട്ടിലിരുന്ന് ഒരു കുഞ്ഞു കഥ അവൾ എഴുതി തയ്യാറാക്കി അത് രാഘവന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. അവൾ ഒരുപാട് പ്രയാസപ്പെടുന്നത് കണ്ട് രാഘവൻ ആ കഥയെടുത്ത് വായിച്ചു നോക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, എങ്കിലും വായിച്ചു നോക്കിയിട്ട് താൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കഥ അവിടെ ആ കവറിലാക്കി അവൻ്റെ പേര് മാറ്റി രാഗിണി എഴുതിയ കഥയും വെക്കുകയാണ്. അങ്ങനെ ആ കഥ അവര് പള്ളിക്കൂടത്തിൽ കൊടുക്കുകയും അതിന് സമ്മാനം കിട്ടുകയും ചെയ്തു. ഈ സമ്മാനം കിട്ടിയത് ഇത്തവണ രാഗിണിക്കാണ്. രാഗിണി വളരെ സന്തോഷത്തോടെ ആ സമ്മാനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. സമ്മാനം വാങ്ങിയതിന് ശേഷം ആ കഥയുടെ കോപ്പിയും അവൾക്ക് അവിടുന്ന് കിട്ടുന്നു. കഥയുടെ കോപ്പി എടുത്ത് മറച്ചു നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള എഴുതിയ കഥയാണത്. അത് മുഴുവൻ അവൾ വായിക്കും. പക്ഷേ അവൾക്ക് മനസ്സിലാകും ഇത് രാഘവൻ വെച്ച കഥയാണെന്ന്. പക്ഷേ അവൾക്ക് അവനോട് സ്നേഹം തോന്നുന്നതിന് പകരം ഒരുപാട് ദേഷ്യമാണ് തോന്നുന്നത്. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ കഥ വായിച്ചിരിക്കുന്നു, തൻ്റെ കഥ മാറ്റിയിരിക്കുന്നു. അതിന് ശേഷം തനിക്ക് സമ്മാനം കിട്ടിയെങ്കിൽ പോലും അതിൽ അവൾക്ക് അല്പം പോലും ഇഷ്ടം തോന്നുന്നില്ല. കാരണം തൻ്റെ കഥ മാറ്റിയിരിക്കുന്നു. അതിനാൽ അവൾ വളരെ കോപത്തോടു കൂടി വീട്ടിൽ വരികയാണ്. അങ്ങനെ ഒരു കള്ളം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തതാണെന്ന് മനസ്സിലായിട്ട് ഇവരോട് വളരെ ദേഷ്യത്തോടെ പരുഷമായിട്ട് പെരുമാറുകയാണ്. കിട്ടിയ സമ്മാനത്തിൻ്റെ പേപ്പറെല്ലാം വലിച്ചു കീറി അവൻ്റെ നേരെ കീറുകയും കോളർ പിടിച്ച് അവരുടെ നെഞ്ചത്തിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തിനിങ്ങനെ ചെയ്തു, എൻ്റെ അനുവാദമില്ലാതെ എന്തിനാണ് എൻ്റെ കഥ മാറ്റിയത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമ്മാവൻ കണ്ട് അമ്മാവൻ സഹോദരിയോട് പോയി പറയുകയാണ്, നോക്കൂ, രാഘവൻ എന്തോ അപമര്യാദയായിട്ട് പെരുമാറിയിരിക്കുന്നു. അവൾ കരഞ്ഞ് കലങ്ങിയാണ് വന്നിരിക്കുന്നത്. നോക്കൂ, അവൻ ഇത്രയ്ക്ക് നീചനാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെല്ലാം പറയുകയാണ്. ഇത് കേട്ട് അമ്മ പെട്ടെന്ന് അന്താളിച്ചു പോവാണ്. എന്നിട്ട് രാഗിണിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ണെല്ലാം കലങ്ങി ചുമന്ന് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഗിണിയാണ് കണ്ടത്. എന്തോ അരുതാത്ത സംഭവിച്ചു എന്ന് വിചാരിച്ച് രാഘവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും അറിയാതെ രാഘവൻ സ്വല്പം വിഷമത്തിൽ നിൽക്കുകയാണ്. രാഘവന്റെ അമ്മ ആദ്യമായിട്ട് അടിക്കുകയാണ്. അടിച്ചത് മാത്രമല്ല, ഇനി നീ ഈ വീടിനുള്ളിൽ നിൽക്കരുത്, നീ പുറത്തേക്ക് പോവാ, എന്നെ മകളെ അപമാനിച്ച നീ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, നീ വേണമെങ്കിൽ കളപ്പുരയിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ഈ അമ്മ പറയുകയാണ്. അങ്ങനെ രാഘവൻ വളരെ വിഷമത്തോടെ തൻ്റെ തുണിയും എല്ലായിടത്തും, അമ്മ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ച് കാല് പിടിച്ച് കരയുന്നുണ്ട്. പക്ഷേ ആ അമ്മ ഈ സമയത്ത് കേൾക്കുന്നില്ല. കാരണം തൻ്റെ മകളുടെ വിഷമം, തൻ്റെ മകളുടെ മാനത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട് ആ അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇവൻ വിഷമിച്ച് തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കളപ്പുരയിലേക്ക് പോവുകയാണ്. അത് അപ്പം തന്നെ ഇറങ്ങിപ്പോകണമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നില്ല. കാരണം തന്നെ ഇത്രയും നാൾ സംരക്ഷിച്ച വ്യാപാരിയോട് കണ്ട് ഒരു വാക്ക് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് തീരുമാനിച്ച് രാഘവൻ കളപ്പുരയിലേക്ക് പോവുകയാണ്. പക്ഷേ അന്നേരം എന്നത് ഒരു ദൃഢമായ തീരുമാനം രാഘവൻ എടുത്തിരിക്കും. അതെന്തെന്നാൽ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, എന്നെ വിശ്വാസമില്ലാത്തവരുടെ കൂടെ ഞാൻ ഇനി നിൽക്കില്ല എന്നൊരു തീരുമാനം രാഘവൻ എടുക്കുകയാണ്. അങ്ങനെ കരഞ്ഞ കണ്ണുകളോടെ രാഘവൻ അവിടെ ആ വീട്ടിലെ കളപ്പുരയിൽ ഒരു നിലത്ത് കിടക്കാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനാ അമ്മ രാഘവനെ ശിക്ഷിച്ചെന്നൊന്നും രാഗിണിക്ക് ശരിക്കും അറിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഇത് ഒരു നല്ല ചാൻസായിട്ട് ഉപയോഗിച്ച് അമ്മാവൻ പല കാര്യങ്ങളും ചെയ്യുകയാണ്. പലരെയും രാഘവനെതിരായിട്ട് ഒരു കുറേ പേരെ കൂട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളിയൻ വന്നാൽ ഉടനെ, അതായത് വ്യാപാരി വന്നാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും രാഘവനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പദ്ധതികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
രാഘവനാണെങ്കിൽ വളരെ വിഷമത്തോടെ ഭക്ഷണമൊന്നും കഴിക്കാതെ ആ കളപ്പുരയിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വ്യാപാരി ഇപ്പോഴെല്ലാം ഒരുപാട് ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് വ്യാപാരമെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഐശ്വര്യം ഉണ്ടായി. അദ്ദേഹത്തിന് ഇപ്പോൾ പായ്ക്കപ്പലുകൾ വരെയുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് അദ്ദേഹം ഈ വ്യാപാരങ്ങളൊക്കെ നടത്തുകയാണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്ന് രാഘവൻ അദ്ദേഹത്തെ കിട്ടിയോ അന്നു മുതലാണ് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം 10 മടങ്ങായത് എന്നാണ്. അങ്ങനെ നമ്മുടെ വ്യാപാരി തിരിച്ചു വരുന്ന ഉള്ള ദൂത് വീട്ടിൽ കിട്ടുകയാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുങ്ങി ഇരിക്കുകയാണ് വ്യാപാരിയെ സ്വീകരിക്കാനായിട്ട്. അതിനുള്ളിൽ അളിയൻ, അതായത് ഈ കുട്ടികളുടെ അമ്മാവൻ, വേറെ പല കാര്യങ്ങളും റെഡി ചെയ്ത് രാഘവനെ പുറത്താക്കാനുള്ള ശ്രമത്തിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് രാഘവന്റെ പള്ളിക്കൂട വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൻ വളരെ ഉന്നതമായ രീതിയിൽ പാസ്സായി എന്നുള്ള വിവരം പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഗുരുക്കന്മാർ കൂടെ, പള്ളിക്കൂടത്തിലുള്ള ഗുരുക്കന്മാർ വരെ അവിടെ സന്നിഹിതരാണ്. ആ സമയത്താണ് നമ്മുടെ വ്യാപാരി അവിടെ എത്തിച്ചേരുമ്പോൾ ഗുരുക്കന്മാരുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഗുരുക്കന്മാരെ കണ്ട് എന്താണ് വിവരം അന്വേഷിക്കുമ്പോൾ രാഘവൻ പള്ളിക്കൂടത്തിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് പഠനം പൂർത്തിയാക്കിയെന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കണമെന്നും ഗുരുക്കന്മാര് വ്യാപാരിയോട് പറയുകയാണ്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെയാണ് ആര് വരുന്നത്? നമ്മുടെ വ്യാപാരി വരുന്നത്. അതിനുള്ള വ്യാപാരിയോട് സംസാരിക്കാൻ പല പ്രാവശ്യം അളിയൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയുന്നില്ല. എന്നാൽ രാജാവിൻ്റെ പ്രതിനിധികളും അങ്ങനെ മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഇതിനിടയിൽ വ്യാപാരി ഉടനെ തന്നെ രാഘവനെ വിളിച്ച്, എനിക്ക് സമയമില്ല സംസാരിക്കാൻ, എന്നാൽ ഒരു കാര്യം നീ റെഡി ആയിക്കൊള്ളൂ, ഇത്തവണ വ്യാപാരത്തിന് ഏട്ടന്മാരുടെ കൂടെ നീയും കൂടെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇനി ഞാൻ സ്വസ്ഥ ജീവിതം നയിക്കാൻ പോവുകയാണ്. ഞാൻ അതുകൊണ്ട് ഇനി വ്യാപാരത്തിന് പോകുന്നില്ല. നിങ്ങൾ 3 പേര് എൻ്റെ മക്കളായ നിങ്ങൾ 3 പേര് വേണം എല്ലാ വ്യാപാരവും നോക്കി നടക്കാൻ എന്ന് പറയുകയാണ്. അന്നേരത്തേക്കും ഇവന് തനിക്ക് പറയാനുള്ളത് പറയണം. പക്ഷേ അതിനുള്ളൊരു സമയമോ സന്ദർഭമോ അവിടെ കിട്ടുന്നില്ല. മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാഘവന് തൻ്റെ വിഷമം പറയാനോ താൻ പോകുന്ന കാര്യം പറയാനോ കഴിയുന്നില്ല. അതേസമയം ആദ്യമായിട്ട് ഈ വ്യാപാരി തന്നൊരു കാര്യം പറയുകയാണ്. അത് തിരസ്കരിക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ രാഘവൻ നിൽക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ കുട്ടികളുടെ മാമൻ, അതായത് ഭാര്യയുടെ ആങ്ങള, ഇദ്ദേഹത്തിൻ്റെ മറ്റു സഹോദരങ്ങളായ രഘുവിനെയും രാമനെയും വിളിച്ച് തന്നെ സഹോദരിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും അവന് സ്വത്തിലാണ് നോട്ടമെന്നും പല കാര്യങ്ങളും ഇവിടെ നടന്നുവെന്നും ഒക്കെ കള്ളത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള അവസരം. അവൻ വലിയൊരു വ്യാപാരിയാകുന്നതിന് മുമ്പ് അവനെ നിങ്ങൾ തീർത്തു കളയൂ എന്ന് ഈ അമ്മാവൻ പറയുകയാണ്. ഇവർ രണ്ടുപേർക്കും ആദ്യം തന്നെ അത് വിശ്വസിക്കാനാവുന്നില്ല. രാഗിണിയെ കൊല്ലാൻ ശ്രമിക്കുമെന്നോ രാഗിണിയെ അപമാനിക്കാൻ ശ്രമിക്കുമെന്നോ അവർക്ക് വിശ്വാസമല്ല. പക്ഷേ അമ്മാവനാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരും തീരുമാനിക്കുകയാണ്, ഇത്തവണ കപ്പലിൽ ഇവർ 3 പേര് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതായത് വ്യാപാരത്തിന് പോകാനായിട്ട് അച്ഛൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കടലിൽ വെച്ച് ഇവനെ തീർക്കാനുള്ള പ്ലാനുകൾ ഇവരെ ഇടുകയാണ്. അപ്പോൾ കടലിൽ അവരെ തള്ളിയിട്ട് കൊല ചെയ്യാം എന്നുള്ള ഒരു പ്ലാനാണ് ഇവർ വെക്കുന്നത്. അങ്ങനെ രാഘവന്റെ തീയതി അവർ നിശ്ചയിക്കുകയാണ്. ഇത് ഏതോ കാരണവശാൽ ഒരു വൃദ്ധൻ കേൾക്കാനിടയുണ്ടായി. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഓടി രാഗിണിയുടെ അടുത്ത് ചെല്ലാണ്. രാഗിണിയോട് പറയുകയാണ്, ഇങ്ങനെ അമ്മാവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കടലിൽ വെച്ച് രാഘവനെ കൊല ചെയ്യാനുള്ള പ്ലാൻ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും രാഘവനെ അറിയിക്കൂ. അവന്
എങ്ങനെയെങ്കിലും രക്ഷിക്കാം, വളരെ നല്ലൊരു കുട്ടിയാണ്, നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്, അച്ഛനെയോ അമ്മയോ അവനും അത്ര വലിയ കാര്യമാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല ചെയ്ത് അവനോട് ഇവിടുന്ന് ഓടിപ്പോവാൻ പറയൂ എന്ന് രാഗിണിയോട് പറയാണ്. രാഗിണി ഇത് കേട്ട് ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. തന്നെ ജീവൻ കൊടുത്ത് രക്ഷിച്ചവനാണ് രാഘവൻ. തന്നെ വിഷമം മാറ്റാനായിട്ട് തൻ്റെ കഥകൾ മാത്രമായിട്ടാണ് തൻ്റെ കഥ അദ്ദേഹം മാറ്റിവെച്ചത്. എന്നാലും ഞാൻ പൗരുഷമായി പെരുമാറി. ഇത്രയ്ക്കും സ്നേഹസമ്പന്നനായ ഒരാളെ ഞാൻ എങ്ങനെ കേട്ടിട്ട് കൊലയ്ക്ക് കൊടുക്കും എന്ന് വിചാരിച്ച് ഇവള് രാഘവനോട് ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ രാഘവൻ വളരെ വിഷമത്തിലാണ്. എന്തെന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് അവളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ഇല്ല അമ്മേ എന്ന് ഒരു വാക്ക് പറയാൻ ചെയ്യാത്ത അവളോട് സംസാരിക്കാൻ അവന് വളരെ എന്താ പറയുക പറ്റുന്നില്ല. അതുകൊണ്ട് അവളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് രാഘവൻ എപ്പോൾ രാഗിണി അവൻ്റെ അടുത്ത് ചെന്നാലും സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ നിന്നോട് സംസാരിച്ചല്ല, അത് പക്ഷേ അത് വലിയൊരു അപമാനമായിരിക്കും നിനക്ക്, അതുകൊണ്ട് എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം വരുമ്പോഴും അവൻ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നിന്നെ ഒരിക്കലും നുള്ളി പോലും നോക്കാത്ത എന്നെ പറ്റി അങ്ങനെ അവർ പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നില്ലേ എന്ന് അവന് വളരെ വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴിച്ചുകൊണ്ട് രാഘവൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ രാഗിണിയുടെ നെഞ്ചിങ്ങനെ പൊടിയുന്നുണ്ട്. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛനോട് പോയി പറയാൻ വേണ്ടിയിട്ട് അവൾ പോകുമെങ്കിലും തൻ്റെ സഹോദരന്മാരെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് അവൾക്കത് അച്ഛനോടും പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല അച്ഛൻ്റെ കൂടെ എപ്പോഴും രാജാവിൻ്റെ പ്രതിനിധികൾ, സമൂഹത്തിലെ വലിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ തൻ്റെ സഹോദരന്മാരിങ്ങനെ പോകുന്നു എന്ന് അവൾക്ക് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. അമ്മയുടെ അടുത്ത് ചെന്ന് രാഘവനെ പറ്റി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവനെ പറ്റി ഇനി ഒരു വാക്ക് പറയരുത് എന്ന് പറഞ്ഞ് അമ്മയെ അവൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അതിനുള്ളിൽ പായക്കപ്പൽ റെഡിയായി. കപ്പലിലേക്ക് പല സാധനങ്ങളും നിറച്ചു കഴിഞ്ഞു. വ്യാപാരത്തിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇതിനുള്ളിൽ രാഘവൻ തൻ്റെ ഏട്ടന്മാരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഏട്ടന്മാർ അവനെ കണ്ടു വളരെ കോപത്തോടെ കണ്ണ് തുറിച്ചു നോക്കുകയാണ്. നീ എൻ്റെ പെങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു അല്ലേ എന്ന് രണ്ടുപേരും ചോദിക്കുകയാണ്. ഇവന് എന്ത് പറയും? ഞാൻ അങ്ങനെ ചെയ്തില്ല ഏട്ടന്മാരെ, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഏട്ടനോ, ഞങ്ങൾ നിന്റെ ഏട്ടന്മാരോ ഒരിക്കലുമില്ല. നീ ഞങ്ങളുടെ സഹോദരനായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്, പക്ഷേ ഇനി അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞ് അവനോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ അവർ പറഞ്ഞുവിടുകയാണ്. രാഘവൻ വളരെ വിഷമത്തിലാണ്. രാഘവന് അച്ഛനെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. അമ്മ അവനെ ഗവനിക്കുന്നേ ഇല്ല. രാഗിണി വരുന്നുണ്ട്, പക്ഷേ രാഗിണിയെ നോക്കാനോ സംസാരിക്കാനോ അവൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ ആ ദിവസം വന്നു. അങ്ങനെ കപ്പൽ പുറപ്പെടാൻ പോവുകയാണ്. കപ്പലിൽ പുറപ്പെടുന്നല്ല ശംഖുനാഥം കേൾക്കാണ്. രാഗിണി ഇതിനിടയ്ക്ക് പല പ്രാവശ്യം രാഘവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ആൾക്ക് പറയാൻ കഴിയുന്നില്ല. ആ ശംഖുനാഥം മുഴങ്ങി അങ്ങനെ പായ്ക്കപ്പൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. രാഘവൻ്റെ കന്നി വ്യാപാര യാത്രയാണ്. ഏട്ടന്മാർക്ക് ഇപ്പോൾ ഒരുപാട് പരിചയമുണ്ട്, അവർക്ക് വ്യാപാരത്തെക്കുറിച്ച് നന്നായി അറിയാം. അപ്പം ഏട്ടന്മാർ രണ്ടുപേരും കപ്പലിൽ വെച്ച് സംസാരിക്കുകയാണ്. രാഘവനെ അവൻ അടുപ്പിക്കുന്നില്ല. നമുക്ക് ഇവനെ പോകുന്ന വഴിയിൽ കൊല്ലണ്ട, ഒരു പക്ഷേ നമ്മളുടെ അച്ഛൻ എന്തായാലും നമ്മളുടെ സഹോദരനായിട്ട് കൊണ്ടുവന്നാലല്ലേ, ഇവനെ നമുക്ക് കാപ്പിരികളുടെ നാട്ടിലേക്ക് അയക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. ആദ്യം തീരുമാനിച്ചിരുന്നത് പോകുന്ന വഴിയിൽ തന്നെ കപ്പലിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാമെന്നായിരുന്നു. പക്ഷേ ഇത്തവണ അവരവരുടെ തീരുമാനം മാറ്റി ഇവനെ കാപ്പിരികളുടെ നരഭോജികളുടെ നാട്ടിലേക്ക് വ്യാപാരത്തിന് അയക്കാം. അവനവിടെ ചെന്നാൽ നരഭോജികൾ അവനെ തിന്നുകൊള്ളും, ഇല്ലെങ്കിൽ അവൻ അവിടെ വ്യാപാരം നടത്തി വരികയാണെങ്കിൽ അവൻ വ്യാപാരം നടത്തി വന്ന സ്വത്തുക്കൾ കൂടെ നമുക്ക് കൈക്കലാക്കിയിട്ട് അവൻ ഓടിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് അവനെ കടലിൽ തള്ളിയിട്ട് കൊല്ലാം എന്നുള്ള തീരുമാനം അവരെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ രാഘവന് കിട്ടുകയാണ്.
അപ്പോൾ ഇതിനിടയ്ക്ക് വീട്ടിലും മറ്റു പല സംഭവങ്ങളും നടക്കുകയാണ്. രാഗിണിക്ക് ഇപ്പോൾ ഇരിക്കും പൊറുതിയില്ല. രാഗിണിക്ക് അറിയാം, രാഗിണിയെ രാഘവൻ ഒരുപാട് സ്നേഹമായിരുന്നു, തൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് സ്നേഹമായിരുന്നു, തൻ്റെ സഹോദരന്മാരെ ഒരുപാട് സ്നേഹമായിരുന്നു നമുക്കറിയാം. അവൾ കരയുകയാണ്, വാവിട്ട് കരയുകയാണ്. അവളുടെ കരച്ചിൽ കേട്ട് അച്ഛൻ ഓടി വരികയാണ്. വ്യാപാരിയായ അച്ഛൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം തൻ്റെ മകളാണ്. പക്ഷെ മകള് പൊട്ടി 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 കരയാണ്. എന്ത് ചെയ്താലും അവളൊന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ വ്യാപാരി കുറച്ചു നേരം അവളുടെ അടുത്തിരുന്നതിന് ശേഷം വിഷമത്തോടെ മറ്റാരെയോ കാണാൻ വേണ്ടി പോവുകയാണ്. അന്നേരം അവളുടെ അടുത്ത് അമ്മ വന്നിരിക്കുകയാണ്. അപ്പൊ അമ്മയോട് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കാല് പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മേ, രാഘവൻ ശരിക്കും തെറ്റ് ചെയ്തിട്ടില്ല, അവരെന്നെ തള്ളിയിട്ടിട്ടില്ല, എന്നെ രക്ഷിക്കാൻ മാത്രമാണ് ചെയ്തത്. അത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ആണ് രാഘവൻ എന്നെ രക്ഷിച്ചത്. അന്ന് അമ്മാവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവനോടുള്ള അസൂയ കൊണ്ട് പറയാൻ പറ്റിയില്ലമ്മേ എന്ന് കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് അവൾ പറയാണ്. അത് മാത്രമല്ല, എന്നെ ഒരിക്കലും രാഘവൻ അപമാനിച്ചിട്ടില്ല. അവന് എനിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് എൻ്റെ കഥയ്ക്ക് പകരം അവൻ്റെ കഥ എഴുതി വെക്കുകയായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാനന്ന് ദേഷ്യപ്പെട്ടതും പിണങ്ങിയതും എന്ന് പറയാണ്. ഇത് കേട്ടതോടെ ആ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവര് രാഗിണിയേക്കാൾ ഉച്ചത്തിൽ കരയാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ദേവാ എന്ന് പറഞ്ഞ് തല ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് ആ അമ്മ കരയുകയാണ്. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അന്നേരമാണ് അമ്മ അവരുടെ സഹോദരൻ അങ്ങോട്ട് വരുന്നത്. സഹോദരനെ കണ്ട് കോപാകുലയായിട്ട് അമ്മ അയാളുടെ കരണം താഞ്ഞടിക്കുകയാണ്. ഇനി ഒരിക്കലും നീ എൻ്റെ പടിക്കുള്ളിലിരിക്കാൻ പാടില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവന് വീട്ടിൽ നിന്ന് പുറത്താക്കാണ്. അപ്പോൾ വ്യാപാരി അതിനുള്ളിൽ തിരിച്ചു വരും. അപ്പോഴാണ് ഇങ്ങനെ തൻ്റെ അളിയൻ ചെയ്തെന്നറിഞ്ഞ് എൻ്റെ ഭാര്യയുടെ സഹോദരനായ ഒരു കാരണത്താൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല, ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമ്മാവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷെ ഇപ്പോഴും രാഗിണിക്ക് രാഘവനെ കൊല്ലാൻ വേണ്ടി ഏട്ടന്മാരുടെ പ്ലാനെ പറ്റി പറയാൻ പറ്റുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവളുടെ സങ്കടം മാറുന്നില്ല. മകളെ, നീ വിഷമിക്കാതിരിക്കൂ, രാഘവൻ തിരിച്ചു വരുമ്പോൾ എല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവൾ പിന്നെയോ വാവിട്ട് കരയുകയാണ്. അവൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഇനി രാഘവൻ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അറിയുന്ന ഒരേ ഒരാൾ അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വാവിട്ട് നിലവിളിച്ച് അവൾ അച്ഛൻ്റെ കാലെല്ലാം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ പറയാണ്, അച്ഛാ, എൻ്റെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വ്യാപാരി പറയാണ്, മകളെ, ഒരുപാട് സങ്കടം വരുമ്പോൾ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അച്ഛൻ മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, നീയും അങ്ങനെ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ രാഗിണി തൻ്റെ അവിടെയുള്ള പൂജാമുറിയിലേക്ക് കയറി. അവിടെ മഹാദേവന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്, വ്രതം എടുത്തിരിക്കുകയാണ്, രാഘവനൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടന്മാർ എങ്ങനെ കച്ചവടം ചെയ്യണം എന്ന് രാഘവനോട് പറയാണ്. ആദ്യം രാമൻ അടുത്ത് വരുന്ന തുറമുഖത്ത് ഇറങ്ങുമെന്നും അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം ഇറക്കുമെന്നും അതിനുശേഷം രണ്ടാമത്തെ സ്ഥലത്ത് രഘു ഇറങ്ങുമെന്നും അവിടെ വ്യാപാരത്തിന് പോകുമെന്നും അദ്ദേഹം അവർ പറയാണ്. മൂന്നാമത്തെ തുറമുഖത്ത് കപ്പിത്താൻ കപ്പൽ അടുപ്പിക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഇറക്കിക്കൊള്ളാൻ ആയിട്ട് രാഘവനോട് പറയുകയാണ്. അതിനുശേഷം ഇവരെ കപ്പിത്താൻ്റെ അടുത്ത് പോയിട്ട് ഇവനെ കാപ്പുരികളുടെ നാട്ടിലാണ് ഇറക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ കപ്പിത്താൻ പറയാണ്, അത് വേണ്ട, അത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് അവർ വാണിംഗ് കൊടുത്തതിന് ശേഷം അവരവരുടെ തുറമുഖങ്ങളിൽ എല്ലാം ഇറക്കിയിട്ട് അവർ വ്യാപാരത്തിന് പോവുകയാണ്. ഇപ്പോൾ കപ്പലിൽ രാഘവനും കുറച്ച് ആൾക്കാരും മാത്രമാണുള്ളത്.
അങ്ങനെ ഈ തുറമുഖത്ത്, കാപ്രികളുടെ തുറമുഖത്ത് അടുക്കുകയാണ്. അജാനബാഹുക്കളും വളരെ വലിപ്പമുള്ള ആളുകളാണ് അവർ. രാക്ഷസന്മാരോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള ആളുകളാണ്. അവരുടെ നാടാണ്. അവർ മനുഷ്യരെ ഭക്ഷിക്കുന്നവരാണ്. അവരുടെ നാട്ടിലാണ് ഇതൊന്നും അറിയാതെ രാഘവൻ ഇറങ്ങാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ നടക്കുകയാണ്. എന്തെന്നാൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം, അതായത് തുണിത്തരങ്ങൾ, ലെതർ കൊണ്ടുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഏട്ടന്മാരെടുത്തിട്ട് അവർ കുറച്ച് ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, മറ്റ് സാധനങ്ങൾ മാത്രമാണ് രാഘവന് വേണ്ടിയിട്ട് ആ കപ്പലിൽ വിട്ടിരുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇറക്കി തുറമുഖത്ത് ഇറക്കി കരയിൽ കൊണ്ടുവച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാപ്പിരികളുടെ ആളുകളെല്ലാം ഓടിക്കൂടാണ്. അവർ നോക്കുമ്പോൾ സാധാരണ കുറച്ച് മനുഷ്യർ, സാധാരണ അവർ വേറെ കാപ്പിരികളോട് മാത്രം വ്യാപാരം ചെയ്യുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ധൈര്യസമേതം ഒരു സാധാരണ മനുഷ്യൻ അവരുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അവർ കാണുന്നത്. ഇവൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവർ ഈ ആളുകളെയെല്ലാം പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ കരയിൽ കൊണ്ടുവന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പാത്രം തുറക്കുകയാണ്. അതിലെന്താണെന്നറിയോ? അതിലുള്ളത് കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. ഈ സുഗന്ധദ്രവ്യങ്ങളുടെ മണം അവിടെ എല്ലാം പരക്കുകയാണ്. അപ്പോൾ ഈ നാട്ടുകളുടെ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും മൂക്ക് ദശ ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. അവർ ശ്വാസം വിടുന്നത് പോലും വായിക്കൂടെയാണ്. ഇങ്ങനെ വരാനുള്ള കാരണം കൊണ്ട് അവർക്ക് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പോലും കിട്ടാറില്ല സാധാരണഗതിയിൽ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കി വെക്കുന്നത്. അതിൻ്റെ മണമെല്ലാം അവിടെയെല്ലാം വ്യാപിക്കുകയാണ്. അത് വ്യാപിച്ചപ്പോഴേക്കും അവരുടെ മൂക്കൊക്കെ പെട്ടെന്ന് അങ്ങ് തുറക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് മണങ്ങോ എല്ലാം കിട്ടുകയാണ്. ഇതറിഞ്ഞ് ഉടനെ ഒരു വൃദ്ധൻ, ആദ്യമായിട്ട് ഇത് കുട്ടികളല്ലാത്തപ്പോൾ അവർക്ക് വാസന കിട്ടിയിരിക്കുന്നില്ല, അവർ പെട്ടെന്ന് ഒരാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് അവരുടെ രാജാവിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവരെ അപ്പോഴും കയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന ആൾ കുറച്ച് സാമ്പിളായിട്ട് കുരുമുളകും ഗ്രാമ്പും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നേരെ രാജാവിൻ്റെ മൂക്കിന് മുമ്പിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് അന്നേരം ഇത് ഒരു ശ്വാസം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മൂക്കുണ്ടായിരുന്ന ദശയെല്ലാം അലിഞ്ഞു പോയിട്ട് അവർക്ക് ആദ്യമായിട്ട് ശ്വസിക്കാൻ കഴിയുകയാണ്. സന്തോഷം ശ്വസിച്ചപ്പോഴാണ് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യ വ്യാപാരി വന്നിരിക്കുന്നു, ഈ വ്യാപാരി കൊണ്ടുവന്നതാണ് ഇതെല്ലാം എന്ന് പറയുകയാണ്. അന്നേരത്തേക്കും രാജാവിന് വളരെ സന്തോഷമാണ്. ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വാദ് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. അവന് പരിവാരങ്ങളോട് ഇദ്ദേഹം ആ തുറമുഖത്തേക്ക് പോവുകയാണ്. തുറമുഖത്ത് നോക്കുമ്പോൾ രാഘവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ കെട്ടഴിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ആദ്യം തന്നെ ചെയ്യുന്നത് വന്നാലെന്ന് പറഞ്ഞിട്ട് അവിടെ വണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ രാജ്യത്ത് കൊണ്ട് എല്ലാ സുഗന്ധദ്രവ്യങ്ങളും വാങ്ങിയിട്ട് അവരുടെ നാട്ടിൽ എന്താണ് നിറയെ സ്വർണം, വൈരം, പവിഴം, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇദ്ദേഹം എന്താണ് വേണ്ടതെന്ന് കേട്ടിട്ട് ചോദിച്ചിട്ട് ഈ രാജാവ് വാരിക്കോരി കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് വിലമതിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും ആ രാജാവ് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ രാഘവൻ വളരെ സന്തോഷത്തോടെ ഇതെല്ലാം സ്വീകരിക്കുകയാണ്. അതെല്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം പോകാനൊരുങ്ങാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പശുക്കളാണ്, വളരെ വലിപ്പമുള്ള പശുക്കൾ. അതാണ് പശുക്കളുടെ ചാണകമാണ് അവർ അവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള വിളകളാണ് അവിടെ വിളയുന്നത്. അപ്പം രാഘവൻ എനിക്ക് ഇതെല്ലാം തന്നു, എനിക്ക് കുറച്ച് ഈ വിളകളും വേണം, എനിക്ക് ഒരുപാട് കുറേ ഈ വിളകൾക്ക് ഉപയോഗിച്ചിരുന്ന ചാണകവും വേണമെന്ന് പറയാണ്. അത് രാഘവൻ്റെ ഒരു ബുദ്ധിയാണ്. രാഘവനറിയാം ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ കപ്പലിൽ കയറിയാൽ ഒരു പക്ഷേ തൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയ രാഘവൻ ഒരു പ്രത്യേക പരിപാടി ചെയ്യുകയാണ്.
അദ്ദേഹം കപ്പലിലെ എല്ലാവരെയും വിളിച്ചതിന് ശേഷം ഈ വന്ന പെട്ടികളെല്ലാം താഴെ ഡെക്കിൽ കപ്പലിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിറയ്ക്കാൻ പറയുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലെല്ലാം ഈ ചാണകം കൊണ്ട് നിറയ്ക്കാൻ പറയുകയാണ്. അതുകൂടാതെ കുറേ ചാക്കുകളിലായിട്ട് ഈ വിത്തുകൾ, വിളകളുടെ വിത്തുകൾ, അതുകൂടാതെ കുറച്ച് അരകല്ല്, അമ്മിക്കല്ല് പോലത്തെ അവർ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ഉപയോഗിച്ച അതിഭീമാകാരമായ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കയറ്റുകയാണ്. ഒറ്റ നോട്ടത്തിൽ ആർക്കും നോക്കിയാലും കുറേ ചാണകം, പിന്നെ കുറച്ച് ധാന്യങ്ങൾ, പിന്നെ ആർക്കും എടുത്താൽ പോകാത്ത കുറേ അരകല്ലും അമ്മിക്കല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുള്ളത്. അതുകൂടാതെ ഇദ്ദേഹം ആ നാട്ടിൽ നിന്നുള്ള പ്രത്യേക തരത്തിലുള്ള ഈ പശുക്കളെയും ആണ് കപ്പൽ നിറച്ചിരിക്കുന്നത്. അങ്ങനെ അതിബുദ്ധിപരമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ശേഷം കപ്പലിൽ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോകാൻ നേരത്ത് ആ രാജ്യത്തെ രാജാവ് വന്ന് കെട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക സമ്മാനം കൂടെ കൊടുത്തിട്ടാണ് അവരെ യാത്രയാക്കുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അങ്ങനെ കപ്പൽ കയറി ആദ്യത്തെ തുറമുഖത്തെത്തുകയാണ്. തുറമുഖത്ത് എത്തുമ്പോൾ രാഘവനെ കാണുമ്പോഴേ രഘുവിന് ദേഷ്യം തോന്നുന്നുണ്ട്. ഇവനെ ശരിയാക്കാം എന്ന് കടലിൽ തള്ളിയിടാമെന്നുള്ള തീരുമാനത്തോടെ ഇദ്ദേഹം കപ്പലെല്ലാം കയറി കാണുകയാണ്. നോക്കുമ്പോൾ കപ്പൽ നിറയെ ചാണകം, പിന്നെ ഒന്നോ രണ്ടോ പശുക്കൾ, പിന്നെ അമ്മിക്കലും അരകലും. അത് കണ്ടുകൊണ്ട് ഒരു ചിരിയോടെ രഘു അങ്ങനെ ഇരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് കപ്പലിൻ്റെ ഏറ്റവും മുകളത്ത് നെല്ലിരിക്കുകയാണ്. അപ്പോഴാണ് രാമൻ വരുന്നത്. രാമൻ വന്ന ഉടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അച്ഛൻ തന്നെ അവനെ കൈകാര്യം ചെയ്തോളൂ. എന്താന്ന് വെച്ചാൽ അവൻ കുറേ ചാണകം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന 2 പശുക്കളെ, പിന്നെ അമ്മിക്കല്ലും അരകല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ആർക്കുണ്ടാക്കാനാണോ എന്ന് അവർ പറയുകയാണ്. ഇത് കണ്ട് രാമനും വളരെ സന്തോഷം. ശരിയാണ്, ഇവൻ്റെ വ്യാപാര നൈപുണ്യം കണ്ട് അച്ഛൻ തന്നെ ഇവനെ ഒഴിവാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കപ്പൽ അവരുടെ രാജ്യത്തെത്തുകയാണ്. അപ്പോൾ ഇതിനു മുമ്പേ ദൂത് പോയിരുന്നു കുട്ടികളെത്തുന്നു. അവരുടെ രാഘവൻ എന്ത് വ്യാപാരമായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്യാപാരി ഇരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് ഇറങ്ങിയ പാടെ മറ്റ് 2 സഹോദരന്മാരും അവരും നടത്തിയ വലിയ വ്യാപാരത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാഘവൻ കൊണ്ടുവന്ന പശുക്കളെ അഴിച്ച് പുറത്ത് കെട്ടുന്നുണ്ട്, അമ്മിക്കല്ല് അരകല്ലും ഒക്കെ എടുത്ത് കെട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് കപ്പൽ നിറയെ ചാണകമാണ് എന്ന് വ്യാപാരിയോട് പറയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. അപ്പോൾ വളരെ നല്ലൊരു കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ രാജാവിൻ്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ തുറമുഖത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് രാഘവൻ ഒരു പെട്ടിയും എടുത്തുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് കാലത്തൊട്ട് തൊഴുതിട്ട് ഈ പെട്ടി കൊടുക്കുകയാണ്. ആ പെട്ടി തുറന്ന് നോക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണും മഞ്ഞളിച്ച് പോവാണ്. എന്തെന്നാൽ ആ പെട്ടിയിലുള്ളത് അതിഭീമാകാരമായ മീൻസ് വളരെ വിലപിടിപ്പുള്ള, അതിഭീമാകാരമായ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈര്യങ്ങളും പതിപ്പിച്ച ഒരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു കിരീടമാണ്. അപ്പോൾ രാജാവിന് ഒരു കിരീടം സമ്മാനം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന വ്യാപാരിയുടെ കയ്യിലേക്കാണ് ഇങ്ങനെ ഒരു കിരീടം കൊടുക്കുന്നത്. അദ്ദേഹം അതെല്ലാവരും ഉയർത്തി കാണിക്കുകയാണ്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു കിരീടം കൊണ്ടാണ് എൻ്റെ മകൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ആശ്ലേഷിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കിരീടം അപ്പോൾ തന്നെ രാജാവിന് എൻ്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് അത് ആ പെട്ടി കണക്കിന് രത്നങ്ങളും വൈരങ്ങളും പെട്ടികളുമായിട്ട് ഇങ്ങനെ കൊണ്ടിറങ്ങി തുറന്ന് കാണിക്കുകയാണ്. അല്ലെങ്കിൽ രക്തങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ്. ഇത് കണ്ട് ഏട്ടന്മാരുടെ കണ്ണു മഞ്ഞളിച്ച് പോകാണ്. വ്യാപാരിയുടെ പറയുകയാണ്, എനിക്കറിയാം മകനെ, നീ ഇങ്ങനെ തന്നെ ചെയ്ത് ഇങ്ങനെയുള്ള വ്യാപാരം നീ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മുടെ 500 തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് കൊണ്ടാണ് നീ വന്നിരിക്കുന്നത് എന്ന് പറയണം. അത്ര രത്നങ്ങൾ, വൈര്യങ്ങൾ, മുത്ത്, പവിഴം എന്ന് വേണ്ട എല്ലാം അതിലുണ്ടാകുകയാണ്. അത് കണ്ട് മൂത്ത ചേട്ടൻ വന്നിട്ട് പറയുകയാണ്,
നീ ഞങ്ങളെ യഥാർത്ഥത്തിൽ ഒരു വ്യാപാരിക്കുണ്ടാകേണ്ട ഗുണം എന്താണെന്ന് പഠിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് ആ ഏട്ടൻ പോവാണ്. എല്ലാവരും വിചാരിക്കുന്ന പണിക്ക് പോകാമെന്നാണ്. പുറകെ വന്ന് രാമനോട് പറയാണ്, നീയാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ, വ്യാപാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ചോ അറിവുള്ള നീയാണ്, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാമനും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ രാഘവനും പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് രാഘവൻ അച്ഛനോട് പറയാണ്, അച്ഛാ, ഇന്ന് അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വ്യാപാരത്തിന് പോയത്. എനിക്ക് വ്യാപാരത്തിൽ താല്പര്യമില്ല, ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് പറയുകയാണ്. അന്നേരം വ്യാപാരി ചിരിച്ചുകൊണ്ട് പറയും, നീ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാവർക്കും ഓരോരോ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കും. അമ്മയ്ക്ക് വിലപിടിപ്പുള്ള സാരി, അച്ഛന് പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഏട്ടന്മാർക്ക് വാള്, എണ്ണം പതിപ്പിച്ച വാള്, ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ രാഗിനി ഇവരെ കണ്ട് ഷോക്കായിരിക്കുകയാണ്. ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത്, ഇവൻ തിരിച്ചു വരില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചിരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ കണ്ണിൽ നിന്ന് ഇത്തവണ വരുന്നത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. അപ്പോൾ രാഘവന് വേണ്ടിയിട്ട് അന്ന് ഇത് നോക്കും, എന്തൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് വിഭവ സമൃദ്ധമായ ഒരു ഊണ് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിൽ അവരെ വീട്ടിലുള്ളവർ മാത്രമേ ഊണ് കഴിക്കാനായിട്ട്. അന്നേരം അമ്മ പറയാണ്, മകനെ, നീ എന്നോട് ക്ഷമിച്ചാലും ഞാൻ കാര്യങ്ങളൊന്നും അറിയാതെ പ്രവർത്തിച്ചു, എന്നോട് ക്ഷമിക്കണമെന്ന് അമ്മ എത്രയോ കാലത്തിന് ശേഷം രാഘവനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് വേണ്ടി ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയത് രാഗിനിയാണെന്ന് പറയാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെ തിരിഞ്ഞ് രാഗിനിയെ നോക്കുമ്പോൾ അവള് തെല്ല് പരിഭവത്തോടെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തനിക്ക് എല്ലാവർക്കും എല്ലാം സമ്മാനം കൊടുത്തു, തനിക്കൊന്നും തന്നില്ലല്ലോ എന്നുള്ള ഒരു പരിഭവത്തിൽ അവൾ നിൽക്കുകയാണ്. അപ്പോൾ രാഘവൻ ഇങ്ങനെ കൈ പിടിച്ച് കൈ തുറന്ന് കാണിക്കുകയാണ്. അതിൽ ഒരു മാല ഇങ്ങനെ നൂർന്നു വരികയാണ്. ആ മാല എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്ത് ആ നാട്ടിലുള്ളവരാരും കാണാത്ത വജ്രം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാലയാണ്. ആ മാല അദ്ദേഹം രാഗിണിക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും തന്നെ ഇനിയും സ്നേഹത്തോടെ തനിക്ക് ഇത്രയും വില കൊടുക്കുന്ന ഒരു മാല കൊടുത്തെന്ന് കണ്ടിട്ട് പെട്ടെന്ന് മുഖമെല്ലാം ചുവന്ന് ഒരു നാണത്തോടെ അവൾ അവിടുന്ന് ഓടിപ്പോവാണ്. മാല സ്വീകരിക്കാതെ ഓടി റൂമിലേക്ക് പോവാണ്. ഇത് കണ്ട് രഘു വന്നിട്ട് പറയാണ്, ഞാൻ പോകുമ്പോൾ പറഞ്ഞായിരുന്നു നീ എൻ്റെ സഹോദരനല്ലെന്ന്, പക്ഷെ ഞാനിപ്പോൾ പറയുകയാണ്, നീ എൻ്റെ അളിയനാണ്. ഈ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി നോക്കി നടത്തേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് രഘു അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരത്തേക്കും വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും, വ്യാപാരിയും ഭാര്യയും രാമനും വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്രയിക്കുകയാണ്. അന്നേരം വ്യാപാരി പറയുകയാണ്, ഞങ്ങൾ ആ തീരുമാനം മുമ്പേ എടുത്തിരുന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.